തമിഴകത്ത് രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. ശശികല അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയ എംഎൽഎമാരിൽ 30ഓളം പേർ നിരാഹാരത്തിലാണ് എന്നാണ് സൂചന. എംഎൽഎമാർ പലരും പ്രതിഷേധത്തിലാണ് എന്നും പനീർശെൽവം ആരോപിച്ചു. ഇക്കാര്യം തെളിഞ്ഞാൽ ഗവർണർ എല്ലാ എംഎൽഎമാരെയും വിളിപ്പിച്ചേക്കും. അതിനിടെ ശശികല ഇന്നലെ ഗവർണർക്ക് നൽകിയ പട്ടികയിൽ എംഎൽഎമാരുടെ ഒപ്പുകൾ വ്യാജമാണ് എന്ന് ആക്ഷേപം ഉണ്ട്. മനു ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. മനു, പനീർശെൽവത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗമാണോ നിലവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉള്ളത്? തീർച്ചയായിട്ടും അരുൺ, അങ്ങനെ തന്നെ വേണം. ശശികല ക്യാമ്പിൽ വിള്ളൽ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തമിഴ്നാട്ടിലെ അധികാര പോരാട്ടത്തിൽ നാടകീയത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. രഹസ്യ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരിക്കുന്ന 129 എംഎൽഎമാരിൽ 30 പേർ ഉപവാസ സമരം ആരംഭിച്ചതായാണ് വിവരം. സ്വതന്ത്രരാക്കണമെന്നും സ്വന്തമായി ചിന്തിക്കണമെന്നും തീരുമാനമെടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉപവാസം. അതേസമയം എംഎൽഎമാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കവെയാണ് ഈ പുതിയ വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ DMK-യിൽ ചേരുമെന്ന അഭ്യൂഹമുണ്ടായിരുന്ന 40ഓളം പേരിൽ ഉൾപ്പെട്ടവരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ഇതിൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം, ഇവരുടെ കയ്യിൽ ടെലിഫോണോ ഇന്റർനെറ്റോ തുടങ്ങിയ സംവിധാനങ്ങളൊന്നുമില്ല. ഇന്റലിജൻസ് സംവിധാനത്തിലൂടെയാണ് ഇക്കാര്യം അറിയാൻ കഴിഞ്ഞത് എന്നാണ് OPS ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ വരുന്നത്. അതായത് മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഈ ശശികല ഗവർണർക്ക് സമർപ്പിച്ച കത്തിന്മേലുള്ള MLA-മാരുടെ ഒപ്പുകൾ വ്യാജമാണ് എന്നൊരു സൂചനകൾ വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഈ ഒപ്പുകൾ വിശദമായി പരിശോധിക്കാൻ ഗവർണർ ആരംഭിച്ചിരിക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ കാര്യം ഇന്നലെ പനീർശെൽവം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ശശികലയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പനീർശെൽവം ആരോപിച്ചിരുന്നു, ഈ ഗവർണർക്ക് ശശികല സമർപ്പിച്ച കത്തുകളിലെ ഒപ്പുകൾ വ്യാജമാണെന്നുള്ള കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. അതും ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ MLA-മാരെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതാണ് എന്നൊരു നിഗമനത്തിൽ ഗവർണറുടെ ഓഫീസ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന ചില സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ശശികലയ്ക്ക് അനുകൂലമായ ചില സൂചനകൾ കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയിലെ കേസ് അവർക്ക് അനുകൂലമാണെന്നാണ് കരുതേണ്ടത്. കാരണം ശശികലയുടെ സത്യപ്രതിജ്ഞ തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സുപ്രീം കോടതി. മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, എന്ത് നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ കോടതി നടത്തിയത്? എന്തുകൊണ്ട് പരിഗണിക്കാനാവില്ല എന്ന കാരണങ്ങളാണ്? സുപ്രീം കോടതി മുമ്പാകെ ഈ കർണാടകത്തിന് വേണ്ടിയുള്ള അഭിഭാഷകനാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു NGO അസോസിയേഷൻ, നിലവിൽ തമിഴ്നാട്ടിലെ തന്നെ NGO അസോസിയേഷൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി വരാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി തിരിച്ചടിയാകുമോ എന്ന് പോലും വ്യക്തമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ശശികലയെ അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചെന്നൈയിലെ ഒരു NGO അസോസിയേഷന്റെ പേരിൽ സെന്തിൽ കുമാർ എന്നൊരാളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഇത് ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യം ഈ ഹർജിയിൽ കോടതിക്ക് കണ്ടെത്താനാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഗവർണർ പോലും ഈ ശശികലയ്ക്കെതിരായ കേസിൽ സുപ്രീം കോടതി ഒരു എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാകാൻ ഒരു കാലതാമസം വൈകിക്കുന്ന ഒരു കാലയളവിൽ പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഹർജി പരിഗണിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത്, ഇപ്പോൾ ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷവും പ്രതികൂലമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനം ശശികല രാജിവെക്കേണ്ടി വരും. ഇത് ജല്ലിക്കെട്ട് കാലയളവിലെ പോലെ ഒരു അനിശ്ചിതത്വം സംസ്ഥാനത്തിനകത്ത് ഉണ്ടാക്കുന്നതിനാണ് വഴിവെക്കുക. അതിനാൽ ഇത് തടയണം, അടിയന്തരമായി സുപ്രീം കോടതി ഇടപെട്ട് തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ പരിഗണിക്കാനാവില്ല. ഈ വാദങ്ങളൊന്നും ഈ കോടതിക്ക് അംഗീകരിക്കാനാകില്ല. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ പോലും അതിനുശേഷമുള്ള നിയമ നടപടികൾ ശശികല തന്നെ നേരിടട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ ഇന്ന് ഈ ഹർജി പരിഗണിക്കില്ല എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ഇനി തിങ്കളാഴ്ചയാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികല ഉൾപ്പെടെ ഇനി പ്രതികളായി വരുന്ന കേസിൽ സുപ്രീം കോടതി വിധി പറയുക. ഈ ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച വരെ ശശികലയ്ക്ക് മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അരുൺ. മനുശങ്കറാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൽക്കാലത്തേക്ക് ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് ഈ കോടതി വിധിയെ കാണാം. കാരണം അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്നാൽ അതേസമയത്ത് മനു, മദ്രാസ് ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി, ഹേബിയസ് കോർപ്പസ് നിലനിൽക്കുന്നുണ്ട്. അതായത് പൊതുപ്രവർത്തകനായ രാമസ്വാമി നൽകിയ ഹർജിയാണ് അത്. അതിലൊരു തീരുമാനം ഇന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. 2 ഹർജികളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഒന്ന് സുപ്രീം കോടതിയിലെയും ഒന്ന് ഹൈക്കോടതിയിലെയും, മദ്രാസ് ഹൈക്കോടതിയിലെയും. ഇനിയുള്ളത് മദ്രാസ് ഹൈക്കോടതിയിലെ രാമസ്വാമി നൽകിയ ഈ ഹർജിയാണ്.
തീർച്ചയായിട്ടും ആ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതകൾ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ നിലവിൽ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇവിടെ മറ്റു ചില ഡെവലപ്മെന്റ്സ് കൂടി വരുന്നുണ്ട് അരുൺ. അതായത് ഈ 40 MLA-മാർ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു, അവിടെ ഭിന്നതയുണ്ട്, അവരെ തടവിലാക്കി ഇരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു പക്ഷേ ഇവരോട് നേരിട്ട് ഹാജരാകാൻ ഗവർണർ ആവശ്യപ്പെട്ടേക്കും എന്ന ഒരു സൂചനകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇവർക്ക് പിന്തുണയുണ്ടെന്ന് പറയുന്ന എല്ലാ MLA-മാരെയും ഗവർണറുടെ മുന്നിൽ എത്തിക്കാൻ ശശികലയ്ക്ക് കൊണ്ടുവരേണ്ടി വരും. അതാണ് ഇപ്പോൾ പനീർശെൽവം ക്യാമ്പ് ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കാരണം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇവർ പലരും പനീർശെൽവത്തിനെ പിന്തുണയ്ക്കും എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള സൂചനകൾ വരാൻ കാരണം പനീർശെൽവം ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് 30ഓളം MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് പനീർശെൽവം ഉറപ്പിച്ച് പറയുന്നു. അതെന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഉറപ്പിച്ച് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് തമിഴക രാഷ്ട്രീയം ഒരു പക്ഷേ ഈ MLA-മാർ നിരാഹാരം ആരംഭിച്ചു എന്ന് പറയുന്ന വാർത്തകളെ ചേർത്ത് വായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ സുപ്രീം കോടതി ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ല എന്ന് പറഞ്ഞതോടെ ഈ പന്ത് സ്വാഭാവികമായും ഗവർണറുടെ കോർട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഗവർണറുടെ അധികാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യം സംസാരിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചാൽ എത്രയും വേഗത്തിൽ അവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ഗവർണർക്കുള്ള ഉത്തരവാദിത്തം. പക്ഷേ ചില വിവേചന അധികാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് അതൊരു അധികാരമല്ല, അതിനൊരു മുൻ മാതൃകകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിയുമെന്ന് ഭരണഘടനാ വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ സംസ്ഥാനത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ നിൽക്കുന്നു, ഈ MLA-മാരെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതാണ് എന്ന സൂചനകൾ വരുന്നു, മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ആളെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ നിജസ്ഥിതി പരിശോധിക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ നീട്ടി വയ്ക്കേണ്ടി വരും എന്ന് ഗവർണർ പറഞ്ഞാൽ അത് ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ല, അത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടായിരിക്കും എന്ന സൂചനകളാണ് വരുന്നത്. സൂചിപ്പിച്ച പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 163 അനുച്ഛേദ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പാലിക്കാൻ ഗവർണർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം. ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ PCC അധ്യക്ഷനോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുകയും ചെയ്തു. സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് ചേരുന്നു. അതായത് ഈ ശശികലയുടെ കൂടെ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന MLA-മാർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്ന സൂചനയാണ് ലഭിക്കുന്നത്. സന്തോഷ്, എന്താണ് വസ്തുത? ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഒരു നിലപാട് അറിയിട്ടില്ല. പക്ഷെ പല സൂചനകൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സംസ്ഥാന പാർട്ടി നേതാക്കളുടെ നിലപാട് അറിയാൻ ശ്രമിച്ചിരിക്കുന്നത്. സംസ്ഥാന നിയമസഭാ കക്ഷി നേതാവ് കോൺഗ്രസിന്റെ രാമസ്വാമിയുടെ നേതൃത്വത്തിൽ PCC അധ്യക്ഷനും മറ്റ് മുതിർന്ന നേതാക്കളും ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലെത്തി 10 മണിയോടുകൂടി ഇവർ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി നിലവിലെ സംഭവ വികാസങ്ങൾ രാഹുൽ ഗാന്ധി ധരിപ്പിച്ചു. ഇക്കാര്യത്തിൽ ഈ പല നേതാക്കളും പല അഭിപ്രായങ്ങളാണ് കോൺഗ്രസിൽ പറയുന്നത്. അതായത് ഒരു വിഭാഗം പനീർശെൽവത്തിനെയും പിന്തുണയ്ക്കാവുന്ന, ഒരു വിഭാഗം ശശികലയെ പിന്തുണയ്ക്കണം, അങ്ങനെ പിന്നെ അഭിപ്രായം. ഈ അഭിപ്രായങ്ങൾ ഏകോപിപ്പിക്കണം എന്നൊരാവശ്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് ഒരൊറ്റ നിലപാടിൽ കോൺഗ്രസ് എത്തുക, അത് കോൺഗ്രസിന് ഗുണകരമാകും നിലവിലെ പ്രതിസന്ധിയിൽ എന്ന ഒരു അഭിപ്രായമാണ്, ഒരു നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു തീരുമാനത്തിൽ ഈ യോഗത്തിലും എത്തിയിട്ടില്ല. സ്വാഭാവികമായി ശശികലയെ പിന്തുണച്ചേക്കാം എന്നും സാധ്യതയുണ്ട്. പക്ഷെ പ്രശ്നമുള്ളത് ഈ കോൺഗ്രസ് നിലവിൽ DMK മുന്നണിയിലാണ് ഉള്ളത് തമിഴ്നാട്ടിൽ. DMK ആകട്ടെ ഇപ്പോൾ തന്നെ പനീർശെൽവത്തെ പിന്തുണയ്ക്കും എന്ന് ചില അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിന് എത്രത്തോളം ഭിന്നാഭിപ്രായം എടുക്കാൻ കഴിയും, എടുത്താൽ തന്നെ അതെങ്ങനെ നിലനിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു നീക്കമുണ്ടായത് സുപ്രീം കോടതിയിലാണ്. ശശികല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് അഭിഭാഷകൻ GS മണി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ രാവിലെ 10 പരാമർശിച്ചു. പക്ഷേ ചീഫ് ജസ്റ്റിസ് KR ആ ആവശ്യം അംഗീകരിച്ചില്ല. പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് അടുത്ത 17-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത് ശശികല മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം എന്നാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമതൊരു ഹർജി കൂടി സുപ്രീം കോടതിക്ക് മുമ്പിലുണ്ട്. അത് ഇങ്ങനെയാണ്: ശശികലയ്ക്ക് ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി വരുന്നത് വരെയെങ്കിലും ശശികല മുഖ്യമന്ത്രിയെ സ്ഥാനം ഏൽക്കരുത് എന്നാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതി പരിഗണിക്കുമെന്ന് ഇനിയാണ് അറിയേണ്ടത്. അരുൺ.
യെസ്, അത് 2 മണിയോടുകൂടി ആണ് എന്ന സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. സന്തോഷ് സാലിംഗാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മനു, ഇവിടെ MLA-മാർക്കിടയിലുണ്ടായ അസംതൃപ്തിയാണ് ഏറ്റവും ഒടുവിലായി ചർച്ച ചെയ്യപ്പെട്ടത്. അതാണ് യഥാർത്ഥത്തിൽ പനീർശെൽവത്തിന് അനുകൂലമായി ഒരു തരംഗം സൃഷ്ടിച്ചു എന്ന പ്രതീതി നിലവിൽ ജനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ഡെവലപ്മെന്റ്സ് എന്താവാനാണ് സാധ്യത? പ്രത്യേകിച്ച് ഗവർണർ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. പ്രത്യേകിച്ച് കോടതി വിധി 2 മണിയോടുകൂടി വരുന്ന സാഹചര്യം ഉണ്ട്. മറ്റൊന്ന്, ഈ ഒപ്പ് വ്യാജമാണ് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. കാരണം ഇവർ അവകാശപ്പെടുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന MLA-മാരുടെ ഒപ്പിട്ട പേപ്പർ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിലെ ഒപ്പ് വ്യാജമാണെന്ന് പറയുന്നു. എന്താണ് വസ്തുത? അരുൺ, ആ ഒപ്പുകൾ വ്യാജമാണ് എന്ന് ഇന്നലെ രാത്രി തന്നെ പനീർശെൽവം ആരോപിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഒപ്പുകളുടെ ഒരു സാധുത അത് എത്രമാത്രം സത്യസന്ധമാണ് എന്നറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധന ഗവർണർ നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതായത് പനീർശെൽവത്തിന്റെ ആരോപണം ഗവർണർ കണക്കിലെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനു പുറകെയാണ് ഇപ്പോൾ ഈ നിരാഹാര സമരത്തെക്കുറിച്ചുള്ള വാർത്തകളും വരുന്നത്. ഇത് സംസ്ഥാന ഇന്റലിജൻസ് പനീർശെൽവം ക്യാമ്പിന് നൽകിയ വിവരമാണ് ഇവർ നിരാഹാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതും ഗവർണർ കണക്കിലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതി 2 മണിക്ക് ഒരു ഹർജി കൂടി പരിഗണിക്കാനിരിപ്പുണ്ട്. സട്ടെ പഞ്ചായത്ത് ഇയക്കം എന്ന സംഘടന സമർപ്പിച്ച ഒരു ഹർജിയാണ്. അതുകൂടി ഇവർ കോടതി പരിഗണിക്കാനിരിക്കെ ഒരു പക്ഷേ അതിനുശേഷം മാത്രമായിരിക്കാം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത. ഇവിടെ അരുൺ, പ്രധാനമായും നിയമപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഗവർണറുടെ കോർട്ടിലേക്ക് പന്ത് വരുമ്പോൾ ഉള്ളത്. കാരണം എന്തെന്നാൽ, ഒന്ന്, പനീർശെൽവത്തിന്റെ രാജി സംബന്ധിച്ച കാര്യം. ഈ പനീർശെൽവത്തിന്റെ രാജി പിൻവലിക്കണമെങ്കിൽ അത് നിയമപരമായി അതിന് സാധുത ഇല്ല എന്നാണ് നിലവിൽ എല്ലാ നിയമവിദഗ്ധന്മാരും പറയുന്നത്. പക്ഷേ അവർ അതിനൊരു ലൂപ്പ് ഹോൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ഈ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതാണ് രാജിവെപ്പിച്ചതാണ് എന്ന് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു പക്ഷേ രാജി പിൻവലിക്കാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ ശശികലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് MLA-മാരുടെ പിന്തുണ തന്നെയാണ്. ആ MLA-മാരെ ഏതായാലും രാജ്ഭവനിൽ വിളിച്ചു വരുത്തി MLA-മാരുടെ പിന്തുണ അറിയിക്കുന്ന ഒരു നടപടി ഇന്ത്യൻ ഭരണഘടനയിലില്ല. അത് സംബന്ധിച്ചുള്ള അവസാന വാക്ക് എന്ന് പറയുന്നത് നിയമസഭയിൽ അവരുടെ വിശ്വാസ വോട്ട് തേടുമ്പോൾ ഭൂരിപക്ഷം തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച മാർഗം. പക്ഷേ അവിടെ ഒരു പക്ഷേ MLA-മാർ വിപ്പിന് ADMK നൽകുന്ന വിപ്പിന് എതിർത്ത് വോട്ട് ചെയ്താൽ ഒരു പക്ഷേ അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 30 MLA-മാർ ഇപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പനീർശെൽവത്തോടൊപ്പം മനസ്സുമാറി വന്ന് വോട്ട് ചെയ്താൽ ഒരു പക്ഷേ അവരെ അയോഗ്യരാക്കുന്ന ഒരു നടപടിയിലേക്കും സ്പീക്കർ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ സർക്കാർ ഭൂരിപക്ഷം ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പിന്തുണ നേടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിന് ശശികലയോടാണ് അനുഭാവം എന്നാണ് നമുക്ക് നിലവിൽ, അവരും അവരുടെ ഭർത്താവ് നടരാജനും കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്നവരാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന, അവർ പറയുന്നൊരു കാര്യം, ഇവർ കോൺഗ്രസ് ഈ ശശികലയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അവർ പറയുന്നൊരു കാര്യം, സംസ്ഥാനത്തെ രാഷ്ട്രീയപരമായ അനിശ്ചിതത്വം BJP ഗവർണറെ ഉപയോഗിച്ച് നടത്തിയ കളികൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ AIADMK ശശികല വിഭാഗത്തെ പിന്തുണച്ചത് എന്നായിരിക്കും അവർ പറയാൻ പോകുന്ന കാര്യം. എന്തെന്നാൽ ഗവർണറെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുകയാണെന്ന കാര്യം വ്യക്തമാണ്. കാരണം ഈ പനീർശെൽവത്തിന് മുന്നിൽ സമയം കിട്ടുന്തോറും കൂടുതൽ MLA-മാർ ശശികല ക്യാമ്പിൽ നിന്ന് പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം BJP നേതൃത്വത്തിന് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്തെന്നാൽ ഇതെല്ലാം അമ്മയുടെ പേരിലാണ്. പനീർശെൽവം തന്റെ ഓരോ വാക്കും അമ്മയുടെ പേരിലേക്ക് എത്തിച്ചു നിർത്തി ആ തമിഴ് ജനതയുടെ പിന്തുണ പരമാവധി നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ MLA-മാർക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് BJP നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഗവർണറോട് പരമാവധി കാര്യങ്ങൾ വൈകിപ്പിച്ച്, എന്നാൽ ഭരണഘടനയെ മറികടക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതെ ചില വിവേചനാധികാരങ്ങളുടെ പുറത്ത് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനുവാണ് വിവരങ്ങൾ നൽകിയത്. നാടകീയമായ മുഹൂർത്തങ്ങൾ തുടരുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.